തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ഹസന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇന്ന് ആരോഗ്യമന്ത്രിക്ക് കൈമാറും. ഡോക്ടർ ഹാരിസ് ഹസനെതിരെ അച്ചടക്ക നടപടിക്ക് റിപ്പോർട്ടിൽ ശുപാർശയില്ല. റിപ്പോർട്ടിൽ തുടർ നടപടികൾ ആരോഗ്യമന്ത്രിയുമായി ആലോചിച്ച് തീരുമാനിക്കും. വിവരങ്ങളുമായി വീണ്ടും ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷാണ്. പ്രതീഷ, ഗുഡ് മോർണിംഗ് അഗെയിൻ. അപ്പോൾ ഏത് തരത്തിലുള്ള നടപടികളാവും ഉണ്ടാവുക? ഈ റിപ്പോർട്ടിൽ കടുത്ത നടപടികൾക്കുള്ള ശുപാർശകളൊന്നുമില്ലല്ലോ. ക്രിസ്റ്റീന, ഈ ആരോഗ്യ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഇന്നലെയാണ് ആരോഗ്യ വകുപ്പിന് റിപ്പോർട്ട് കൈമാറിയത്. ആരോഗ്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നേരിട്ട് ഓഫീസിലെത്തിയാണ് ഈ DME റിപ്പോർട്ട് കൈമാറിയിട്ടുള്ളത്. പ്രധാനമായും ആശുപത്രികളിൽ വരുത്തേണ്ട മാറ്റം ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ടാണ് നാലംഗ വിദഗ്ധ സമിതി കൈമാറിയിട്ടുള്ളത്. HDC ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ ഭാഗത്ത് പല വീഴ്ചകളുമുണ്ട്. ഈ ഉപകരണങ്ങൾ, ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങുന്നതും മരുന്നുകളുടെ പർച്ചേസിനുമടക്കം ഈ വലിയ കാലതാമസം ഉണ്ടാകുന്നു. സങ്കീർണമായ പല നിയമ നടപടികളുമാണ് ഇതിന് കാരണം. ഈ നൂലാമാലകൾ പരിഹരിക്കണമെന്നതാണ് പ്രധാനമായും ഈ റിപ്പോർട്ടിൽ ശുപാർശയുള്ളത്. ഒപ്പം ഈ സ്ഥാപന മേധാവിമാരുടെ സാമ്പത്തിക അധികാരം വർദ്ധിപ്പിക്കണമെന്ന ഒരു നിർദ്ദേശവും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ സാമൂഹിക മാധ്യമം വഴി പരസ്യമായി ആരോഗ്യവകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കിയ ഹാരിസ് ഹസനെതിരെ നടപടിക്ക് ശുപാർശയില്ല. ഹാരിസ് ഹസൻ അച്ചടക്ക ലംഘനം നടത്തിയിട്ടുണ്ട്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനം ഹാരിസ് ഹസൻ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ സർക്കാരിന് നടപടിയെടുക്കാം, സർക്കാരിന് വേണമെങ്കിൽ നടപടിയെടുക്കാമെന്ന നിർദ്ദേശമാണ് നാലംഗ വിദഗ്ധ സമിതി മുന്നോട്ട് വയ്ക്കുന്നത്. അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയ റിപ്പോർട്ട് ഇന്ന് ആരോഗ്യമന്ത്രിക്ക് നൽകും. ആരോഗ്യമന്ത്രിയും അഡീഷണൽ ചീഫ് സെക്രട്ടറിയും കൂടിയാലോചിച്ചായിരിക്കും ഒരു തീരുമാനമെടുക്കുന്നത്. നിലവിൽ ഹാരിസ് ഹസനെതിരെ ഒരു അച്ചടക്ക നടപടി സ്വീകരിച്ചാൽ അത് ആരോഗ്യവകുപ്പിന് വലിയ പ്രശ്നമാകും. കാരണം പ്രതിപക്ഷം ഉൾപ്പെടെ ഈ വിഷയം ഉയർത്തിക്കാട്ടുന്നു. അതുകൊണ്ട് തന്നെ ഒരു അച്ചടക്ക നടപടി എടുത്താൽ അത് വീണ്ടും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചേക്കാം. ഒപ്പം അച്ചടക്ക നടപടി സ്വീകരിച്ചാൽ വലിയ പ്രതിഷേധമുണ്ടാകുമെന്ന് ഡോക്ടർമാരുടെ സംഘടനയായ KGM-CTAയും സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ആരോഗ്യ വകുപ്പിൻ്റെയും സർക്കാരിൻ്റെയും നിലപാട് ഏറെ നിർണായകമായിരിക്കും. അച്ചടക്ക നടപടി താക്കീതിൽ ഒതുക്കും എന്നുള്ള ഒരു സൂചനയും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടും ഇന്ന് അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രതീക്ഷ, ഒരു പെരുമാറ്റച്ചട്ടത്തിന്റെ പ്രശ്നമൊക്കെ ഈ സമിതി ചൂണ്ടിക്കാട്ടുന്നുണ്ടെങ്കിൽ കൂടി ആ സമിതിയുടെ റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിൽ എന്താണോ ഹാരിസ് ഹസൻ വെളിപ്പെടുത്തിയത്, തുറന്നു പറഞ്ഞത്, അത് ശരിവെക്കുന്ന തരത്തിലുള്ള ഒരുപാട് വിവരങ്ങളുണ്ട്. അതിൽ തന്നെ ഈ ഉപകരണങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട്, അവിടുത്തെ ഫയൽ നീക്കവുമായി ബന്ധപ്പെട്ടൊക്കെ എന്ത് ആക്ഷേപമാണോ ഹാരിസ് ഹസൻ ഉയർത്തിയത് അതൊക്കെ ശരിവെക്കുന്ന തരത്തിലുള്ള പ്രധാന ഭാഗങ്ങളും ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കമാണല്ലോ പ്രതീക്ഷ. റിജിത്ത്, തീർച്ചയായും പൂർണ്ണമായും ഹാരിസ് ഹസനെ തള്ളാതെയും കൊള്ളാതെയുമുള്ള റിപ്പോർട്ടാണ് നാലംഗ വിദഗ്ധ സമിതി സമർപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായും ഹാരിസ് ഹസൻ പറഞ്ഞ പല കാര്യങ്ങളിലും വസ്തുതയുണ്ട് എന്ന് ഈ നാലംഗ വിദഗ്ധ സമിതിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം ഈ മെഡിക്കൽ കോളേജിലെ മറ്റ് വകുപ്പ് മേധാവിമാരും സമാനമായ പരാതികൾ, ഉപകരണങ്ങളുടെ ക്ഷാമം, ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങുന്നതിലെ കാലതാമസം ഉൾപ്പെടെ നാലംഗ വിദഗ്ധ സമിതിക്ക് മുന്നിൽ വച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു പരിഷ്കരണം പ്രധാന മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടാകണമെന്ന് നാലംഗ വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിട്ടുള്ളത്. പരമാവധി വേഗത്തിൽ ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ, ഒപ്പം ഈ മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കാനുള്ള ക്രമീകരണങ്ങൾ ആശുപത്രിയിൽ വേണമെന്നതാണ് പ്രധാനമായും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. പലപ്പോഴും ഈ സ്ഥാപന മേധാവികൾ ഇതുമായി ബന്ധപ്പെട്ട മുകളിൽ അപേക്ഷ നൽകുമ്പോഴും അത് പരിഗണിക്കാൻ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ടാകുന്നുണ്ട്. ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഫയൽ നീക്കത്തിൽ ഉൾപ്പെടെ കാലതാമസം ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഇതുൾപ്പെടെ പരിഹരിച്ചുകൊണ്ട് കാലോചിതമായ ഒരു മാറ്റം മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടാകണമെന്നതാണ് നാലംഗ വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇതുൾപ്പെടെ പരിഗണിക്കുമെന്നതാണ് പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റിജിത്ത്, ശരി. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു MG പ്രതീഷ്.